നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാനും കിച്ചണിൽ കുറച്ചും കൂടി സമയം ലാഭിക്കാനും അതുപോലെ വാങ്ങുന്ന സാധനങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കാത്ത ചില സാധനങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കേടുപോവാതെ സൂക്ഷിച്ചു വെക്കാനും സഹായിക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊട്ടും കുഴഞ്ഞു പോകാതെ കിട്ടാനായിട്ടൊരു കുഞ്ഞു ടിപ്പുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും വെണ്ടയ്ക്കയും എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയിട്ട് അതിനകത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു മാക്സിമം 1 ടീസ്പൂൺ അത്രേ ഒഴിക്കാവുള്ളൂ. എത്ര വെണ്ടയ്ക്ക എടുക്കുന്നോ അതിനനുസരിച്ചുള്ള കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഒട്ടും കുഴഞ്ഞു പോകാതെ തോരനോ മെഴുക്കുവരട്ടിയോ ഒക്കെ റെഡിയാക്കാം. ഇതുപോലെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് എണ്ണ മതി. നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ പാക്കറ്റിൽ നമ്മൾ ചീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകും. കാരണം ചീസൊന്നും എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ, വല്ലപ്പോഴും ഒരു ദിവസം പിzzയോ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കാനായിരിക്കും എടുക്കുന്നത്. പക്ഷെ അത് ഫ്രിഡ്ജിൽ നമ്മളിപ്പോൾ സിപ്ലോ കവറിലോ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ചു തന്നെ വെച്ചാൽ പോലും പെട്ടെന്ന് അത് പൂത്തു പോകും. പൂത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് ആദ്യം ചീസ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്ററൊക്കെ എല്ലാവരുടെയും മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കണം. ഞാൻ എപ്പോഴും കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫ്രീസറിലാണ് ഇനി വെക്കാൻ പോകുന്നത്. അപ്പം അത് കട്ട പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ നല്ലപോലെ കോട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ തരി തരി പോലെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഓരോ തവണയും ഉപയോഗിക്കുന്നതിന് മുന്നേ ഈ ചീസ് കുറേ സമയം എടുത്ത് പുറത്ത് ഫ്രീസറിൽ നിന്ന് വെക്കേണ്ട ആവശ്യമില്ല. എടുക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ തരിയായിട്ട് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആവശ്യത്തിന് എടുക്കുക, ബാക്കി വരുന്നത് തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ ഈ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 1 വർഷം എന്നാണ്. മിക്കവാറും എല്ലാ ചീസും അത്രയും ഒരു സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫ്രീസർ ഇത് വെച്ച് കഴിഞ്ഞാൽ കേടാകാതെ ഇരിക്കും. കോൺഫ്ലോറിന് അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നുമില്ല കേട്ടോ. നല്ലപോലെ അത് കോട്ടായി ഇച്ചിരി ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരുന്ന അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലോർ ഇങ്ങനെ ചേർത്തു എന്ന് വിചാരിച്ച് ചീസിന്റെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ. അപ്പൊ ഇനി ഇതുപോലെ ചെറിയ സിപ്ലോ കവറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ അടച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാൻ സാധാരണ ഈ സിപ്ലോ കവറിലാണ് വെക്കുന്നത്. ബീറ്റ്റൂട്ട് പച്ചടിയോ തൈര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിന് പകരം ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട് കുറച്ച് എണ്ണയിൽ നല്ലപോലെ വഴറ്റി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ആവിയിൽ പെട്ടെന്ന് തന്നെ ബീറ്റ്റൂട്ട് വെന്ത് കിട്ടും. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വേവും. എന്നിട്ട് ആവശ്യത്തിനുള്ള തൈരോ തേങ്ങ അരച്ചതോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും, അതുപോലെ പച്ചടിക്ക് നല്ല കളറും ആയിരിക്കും. ഇപ്പൊ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ സദ്യയിൽ ഇതുപോലെ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് പച്ചടിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. നേരത്തെ നമ്മൾ ചീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഈ പനീറും. പനീർ നമ്മൾ വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്നത് വെറുതെ പാത്രത്തിലോ അല്ലെങ്കിൽ കവറിലോ ഒക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം. കുറച്ചും കൂടി ദിവസം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെ ഫ്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ചിലരത് ഈ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം 1-2 ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുകയൊക്കെ വേണം. അപ്പം അതിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം ഈ പനീറിനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. നമ്മൾ കറിയിൽ ഇടുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. വീട്ടിലുണ്ടാക്കിയ പനീറാണെങ്കിലും ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു പീസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. കുറച്ചധികം പനീറൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഉപയോഗം വരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചീസ് സ്റ്റോർ ചെയ്ത് വെച്ച പോലെ ചെറിയ സിപ്ലോ കവറിലോ പാത്രങ്ങളിലോ ആക്കിയിട്ട് വെക്കാം. ഞാൻ സാധാരണ ഇതെൻ്റെ മോന് സ്കൂളിൽ ലഞ്ചിന് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ്. അപ്പോൾ ഇതുപോലെ കറിക്ക് ആവശ്യത്തിനുള്ള 2-3 സിപ്ലോ കവറുകളിലാക്കി വെക്കും. കറി ഉണ്ടാക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഫ്രീസറിനെടുത്ത് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആവും. എപ്പോഴും ലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്ന്. വളരെ സിമ്പിൾ ആണ് കേട്ടോ.
നിങ്ങൾ സാധാരണ വീട്ടിൽ അരി അളന്നെടുക്കുന്ന കപ്പോ ഗ്ലാസ്സോ ഒക്കെ ഉണ്ടാവല്ലോ, അതിനകത്ത് ആവശ്യത്തിന് അരി എടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് അത് കുക്കറിലോട്ട് ഇടണം. നിങ്ങൾ എത്ര അരി എടുക്കുന്നോ അതിനനുസരിച്ചുള്ള വലിപ്പത്തിനുള്ള കുക്കർ എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ 1 കപ്പ് അരിയാണെന്ന് എടുത്തത്, അപ്പൊ അതിന് ഒരു 3.5 ലിറ്ററിന്റെ കുക്കർ മതി. അപ്പോൾ ഒരുപാട് അരി എടുത്ത് ഒരു ചെറിയ കുക്കറിലിട്ട് വേവിക്കാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടാവത്തില്ല. അപ്പൊ അത് വെന്ത് വരുമ്പോഴേക്കും ഈ കഞ്ഞിവെള്ളമൊക്കെ ചോറിലോട്ട് പിടിച്ചിട്ട് അതാകെ കുളമായിപ്പോവും. മനസ്സിലായോ? ഒട്ടിപ്പിടിച്ച പോലെ ആയിപ്പോവും. അപ്പൊ ചെറിയ കുക്കർ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രം അരി ഇട്ട് കൊടുക്കാം. ഒരു ഏകദേശ അളവ് പറയുകയാണെങ്കിൽ 5 ലിറ്ററിന്റെ കുക്കറിൽ നമുക്കൊരു 2-2.5 കപ്പോളം അരി വേവിക്കാൻ പറ്റുമേ. ഇനി ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് ഒരു അളവ് നോക്കാറില്ല. കുക്കറിന്റെ 1/4 ഭാഗം വെള്ളം ഒഴിക്കും. ഓക്കെ, വലിയ കുക്കറാണ് എടുക്കുന്നതെങ്കിലും 1/4 ഭാഗം തന്നെ വെള്ളം ഒഴിക്കും. ഇനി ഇത് അടച്ച് വെയിറ്റ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 അല്ലെങ്കിൽ 2 വിസിൽ വന്നാൽ മതി. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന അരിയുടെ വേവിനനുസരിച്ചും പിന്നെ ചോറൊക്കെ എത്രത്തോളം വേവണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കുമല്ലോ, അതിനനുസരിച്ച് വെക്കാം. ഞാൻ സാധാരണ 1 വിസിലാണ് വേവിക്കുന്നത്. അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കും. ഒരിക്കലും നമ്മൾ ഇതിന്റെ ആവി ഫുള്ള് പോകുന്നതിന് മുന്നേ തുറക്കരുത്. ആ ആവിയിൽ ഇരുന്നാണ് ശരിക്കും ചോറ് പാകത്തിന് വേവുന്നത്. നമ്മൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ച് ആവി കളഞ്ഞെടുക്കുകയൊന്നും ചെയ്യരുത്, ചോറ് കല്ലിച്ച് കിടക്കും. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ആവിയൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. നമ്മൾ ആ ഒഴിച്ച 1/4 ഭാഗം വെള്ളം ഒഴിച്ചില്ലേ, അത് അതിനകത്ത് തന്നെയുണ്ട്, കണ്ടോ? വളരെ കുറച്ച് മാത്രമേ വറ്റിയിട്ടുള്ളൂ. ഇത്രയും വെള്ളം കുക്കറിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ചോറ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ കഞ്ഞിവെള്ളമൊക്കെ ചോറിലോട്ട് പിടിച്ചിട്ട് അതാകെ ഒട്ടിയിരിക്കും. അപ്പോൾ കറക്റ്റ് അളവിനുള്ള കുക്കർ എടുത്ത് നിറയെ വെള്ളം ഒഴിച്ച് 1-2 വിസിൽ വേവിച്ച് അതിൻ്റെ ആവി ഫുള്ള് പോയതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പാകത്തിന് ചോറ് വേവിച്ച് എടുക്കാൻ പറ്റും. നമ്മൾ മസാലക്കറികൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഗരം മസാലയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള കറികൾ, അതിപ്പോൾ വെജ് ആയാലും നോൺ വെജ് ആയാലും, മുട്ടക്കറി, കടലക്കറി, പനീർ, അതുപോലെ ചിക്കൻ കറി, അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ലാസ്റ്റ് ആ ഗ്രേവിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കറിയുടെ രുചി കൂടും. നമുക്ക് കറിക്ക് മധുരം തോന്നുന്ന രീതിയിൽ അല്ല കേട്ടോ ചേർക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് കറിയല്ലേ ഉള്ളൂ, അപ്പം അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ആണ് പഞ്ചസാര ചേർത്തത്. കൂടുതൽ കറി ഉണ്ടെങ്കിലും മാക്സിമം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടാവുള്ളൂ. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ചേർക്കുന്ന ആ എരിവിൻ്റെയും ഉപ്പും ഒക്കെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. തേങ്ങാ ചമ്മന്തി കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തു വയ്ക്കാൻ പറ്റുന്ന ഒരു മസാലപ്പൊടിയാണ്. ഓരോ തവണയും ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ ഈ വറ്റൽമുളക് വറുത്ത് അല്ലെങ്കിൽ ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഈ മസാലപ്പൊടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിക്ക് പകരം ഇത് ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു പാനിൽ ഞാൻ 2 വലിയ പിടി വറ്റൽ മുളകും 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലി ചേർത്തിട്ടുള്ള ചമ്മന്തിക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊടി എങ്ങനെ നമുക്ക് കൂടുതൽ നാൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് മൂത്ത് വരണം. അപ്പം മല്ലിയും മുളകും നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്നു കഴിയുമ്പം ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാലപ്പൊടി നല്ല ഒട്ടും ഈർപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടിക്ക് പകരം ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഈ പൊടി പിന്നെ കുറേ നാൾ കേടാകാതിരിക്കും. ഞങ്ങൾ സാധാരണ പുറത്ത് തന്നെയാണ് വെക്കാറുള്ളത്. കൂടുതൽ നാൾ കേടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഒരു ചെറിയ ഒരു അരമുറി തേങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 1.5 മുതൽ 2 ടീസ്പൂണോളം പൊടി ചേർത്താൽ മതി. സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം കടുക് താളിച്ച് ചേർക്കുന്നത് വെളിച്ചെണ്ണയിലല്ലേ. അതിന് പകരം കുറച്ച് നെയ്യിൽ ഇതുപോലെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് സാമ്പാർ പൊടി, ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നെയ്യിൻ്റെ ആ ഒരു രുചിയും കൂടെ വരുമ്പോൾ സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കട്ട്ലറ്റും അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് സാധാരണ നമ്മൾ
ബ്രെഡ് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അല്ലാതെ പാക്കറ്റുകളിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസിന് ഒരു പ്രത്യേകതയുണ്ട്, കുറച്ചും കൂടി നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആണ് അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അത് ശരിക്കും നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്ത് മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി അതൊരു പാനിലോട്ട് ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. പൊടിച്ചു കഴിയുമ്പോൾ ബ്രെഡിന് ചെറിയൊരു നനവ് പോലെ ഉണ്ടാവത്തില്ലേ, അത് മാറി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഒരു ഗോൾഡൻ കളറാവും, നല്ല മൊരിഞ്ഞു വരും. ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, തീ കൂട്ടിയിട്ട് പെട്ടെന്ന് മൊരിച്ചെടുക്കരുത്. ഇതുപോലെ ആയിട്ട് വരണം. ഇത് കോട്ട് ചെയ്ത് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പുറമേ കുറച്ചും കൂടെ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഒറിഗാനയോ ഗാർലിക് പൗഡറോ ഒക്കെ ഇട്ടിട്ട് ഫ്ലേവർ ഉള്ള ബ്രെഡ് ക്രംസ് ആയിട്ടും ഉണ്ടാക്കാം. അതും നമുക്ക് ഈ പാക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡോ അല്ലെങ്കിൽ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഇതുപോലെ ക്രംസ് ഉണ്ടാക്കി വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഈർപ്പം ഇല്ലാത്തൊരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. ലാസ്റ്റ് വീണ്ടും ഒരു കട്ട്ലറ്റ് ടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ കട്ട്ലറ്റിന്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വെജിറ്റബിളോ ചിക്കനോ ബീഫോ ഏതായാലും ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മൈദ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ റസ്കോ ഒക്കെ ആണല്ലോ നമ്മൾ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് ഏതെങ്കിലും കുറച്ചൊന്ന് ചേർത്ത് മസാല മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ള ഈർപ്പം എല്ലാം പിടിക്കും. അപ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നു എന്ന് പറയും. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. ഈർപ്പം പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.